ജോസഫച്ചൻ അപ്രതീക്ഷിതമായി കണ്ണിന് കാഴ്ച കുറവുള്ള ആളുകൾ മുഖത്ത് കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞപ്പം കണ്ണിനൊരു മാറ്റം ഉണ്ടായില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, ഒത്തിരി സങ്കടമായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ സാരമില്ല, അമ്മയായിട്ട് എടുത്തതല്ലേ, ഒറ്റക്കണ്ണുണ്ടല്ലോ എനിക്ക്, അത് മതി എന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടത്തെ കണ്ണിന് ഭയങ്കര ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ഞാൻ എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്കെല്ലാം കാണാം. വായിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് വലത്തെ കണ്ണുകൊണ്ട് എല്ലാം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിന് അമ്മയോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് സൗമ്യ, കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് മെയ് മാസം 9-ാം തീയതി 2023 ഞങ്ങൾ ഒരു ദിവസം അയൽവാസികളെല്ലാം കൂടി സംസാരിക്കുന്ന ഇടയിലാണ് കൃപാസനം പള്ളിയെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും സാക്ഷ്യം കേൾക്കുവാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടങ്ങി. ദിനംപ്രതി സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ദിവസം ഈ മെയ് 9-ാം തീയതി ഇവിടേക്ക് വന്നു, ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങൾ എഴുതി പത്രം വാങ്ങി കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്തു. 6 നിയോഗങ്ങൾ എഴുതിയിട്ട് 5 നിയോഗങ്ങൾ എനിക്ക് പാലിക്കപ്പെട്ടിട്ടുണ്ട്. അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. അതിന് ഞാൻ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. ഞാനിവിടെ വരാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ, ഞാനൊരു വീടും സ്ഥലവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഞങ്ങളുടെ പേരിലതായിട്ടില്ല. അത് മുൻപ് ആരുടെയാണോ അവരുടെ പേരിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അവർ 11 ലക്ഷം രൂപ ചോദിച്ചു. ഞങ്ങൾക്ക് 6 ലക്ഷം രൂപയെ കൊടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ അതിനൊരവർ ഉപാധിയായിട്ട് അവരുടെ പേരിൽ തന്നെ ഒരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു. അങ്ങനെ ആ ലോൺ അടച്ചു തീർന്നാൽ മാത്രമേ ഞങ്ങളുടെ പേരിലേക്ക് വീട് സ്വന്തമാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത്. കൂട്ടത്തിൽ 5 നിയമങ്ങളും വെച്ചു. ഞാനിവിടുന്ന് പോയി പത്രങ്ങളൊക്കെ കൊടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്കിൽ ലോൺ എടുക്കാനായി പോയ സമയത്ത് മാനേജർ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേടിച്ചുകൊണ്ടാണ് പോയത്. കാരണം എൻ്റെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. അത്ര തുകയെ ഞങ്ങൾക്ക് അടക്കാനുണ്ടാവുമായിരുന്നുള്ളൂ. മാനേജർ ഇല്ലാത്ത സമയം രാവിലെ തന്നെ പോയി അടക്കാറാണ് ഞാൻ പതിവ്. അന്ന് കുറച്ച് വൈകിയത് കൊണ്ട് തന്നെ ഞാൻ പേടിച്ചാണ് പോയത്. ഇവിടുന്ന് കൊണ്ടുപോയി കാശുരൂപവും ഉപ്പും കയ്യിലെടുത്തുകൊണ്ടാണ് പോയത്. ഉപ്പ് കയറുമ്പം തന്നെ ഉപ്പ് ഡോറിൻ്റെ അടുത്ത് ഇടുകയും ഞാൻ കാശുരൂപം മുറുക്കെ പിടിച്ചുകൊണ്ടാണ് പോയത്. മാനേജർ എങ്ങനെയെങ്കിലും കാണാതെ പുറത്തിറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മാനേജർ പിടികൂടി എന്നെ വിളിച്ചു. ലോണിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കി എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ കാണുമ്പോൾ ഭയങ്കര സഹതാപമുണ്ട്. നിങ്ങളെങ്ങനെയെങ്കിലും അവരുമായിട്ടുള്ള ബാധ്യതകളൊക്കെ തീർക്കണം. അവർ നിങ്ങളെ പറ്റിച്ചാലോ, അതുകൊണ്ട് എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ നിങ്ങളുടെ പേരിലൊരു ലോണ് തരാം. അതെടുത്തിട്ട് അവരുമായിട്ടുള്ള എല്ലാ ബാധ്യതകളും ഒഴിവാക്കി നിങ്ങളുടെ പേരിൽ തന്നെ ലോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞു. അതെനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു. അങ്ങനെ മാനേജർ തന്നെ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ അമ്മ മാതാവിനോട് 1000 നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞാൻ വയസ്സായ ആൾക്കാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വലത്തെ കണ്ണിന് കാഴ്ചയില്ലാതെ ഒരവസ്ഥ കാണപ്പെട്ടു. ഓരോ ദിവസം കഴിയുന്നേരം ഞാൻ ഇടത്തെ കണ്ണ് പൊത്തി നോക്കുമ്പോഴും എനിക്കൊന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മകളുടെ രൂപം നോക്കുമ്പോഴും ഒന്നും കാണുന്നില്ല. ഞാൻ ഒരുപാട് വിഷമിച്ചു. ആദ്യമൊന്നും ആരോടും പറഞ്ഞില്ല. ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് മാത്രമേ സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അമ്മയുടെ തൈലമൊക്കെ ദിവസം തേക്കുമായിരുന്നു. പേടിയായിരുന്നു. എനിക്ക് പൊതുവേ പേടി കൂടുതലുള്ള ആളാണ് ഞാൻ. പിന്നീട് ഞാൻ ഭർത്താവിൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് പരിയാരം ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അന്നേരം അവിടുന്ന് പറഞ്ഞു, കണ്ണിൻ്റെ ഞരമ്പ് പൊട്ടിയിട്ട് അത് കാഴ്ചയുടെ ഭാഗത്തേക്ക് നീങ്ങിയിട്ട് കാഴ്ച നഷ്ടപ്പെട്ടിട്ടാണുള്ളത്. ഒരു ഞരമ്പും കൂടി പൊട്ടാനിരിക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന്, ഇവിടെ ഡോക്ടറില്ല, എത്രയും പെട്ടെന്ന് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണൂരിൽ തന്നെ സൺറൈസ് പോയി, അവിടെയും ഡോക്ടറില്ല. അങ്ങനെ ജ്യോതിഷിലേക്ക് റെഫർ ചെയ്തു. ജ്യോതിഷിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് ചെയ്യണം, പക്ഷേ നമുക്ക് നോക്കാം, പക്ഷേ അതിന് ഒരു 50,000 രൂപയുടെ ചിലവുണ്ട് എന്ന് പറഞ്ഞു. 50,000 രൂപ പോയിട്ട് 1 രൂപ പോലും അന്നേരം നമുക്ക് എടുക്കാനുണ്ടായിരുന്നില്ല. കാരണം അത്രക്കും കടബാധ്യതകളായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാനും അമ്മയും അവിടുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു. കാശുരൂപം മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു. ഡോക്ടർ അന്നേരം പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടോ? എങ്കിൽ നമുക്ക് നോക്കാം, പകുതി എന്ന രീതിയിലാക്കാം. അങ്ങനെ ഓപ്പറേഷൻ നവംബർ 28-നാണ് ഉണ്ടായത്. നവംബർ 28-ാം തീയതി രാവിലെ
ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് എടുത്തിട്ട് അതിൻ്റെ സെക്ഷനിലോട്ട് പോയ സമയത്ത് അവിടുന്ന് പറഞ്ഞു ഒരു തുകയും നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമില്ല, എല്ലാ തുകയും ഈ 50,000 രൂപയും ആരോഗ്യ ഇൻഷുറൻസിൽ പോകും. അത് ഓപ്പറേഷന് വേണ്ടി എനിക്ക് ഒരു പൈസയുടെ ഇതും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഓപ്പറേഷന് കയറുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കാശ് രൂപം കൊന്തയിൽ കെട്ടിയിട്ടാണ് പോയത്. ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഞരമ്പുകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല, മയക്കാൻ വേണ്ടി നോക്കിയിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു വന്നിട്ട്, മോളെ നീ കൃപാസന അമ്മയോട് പ്രാർത്ഥിക്ക്, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്ക് വേഗം തന്നെ ഓപ്പറേഷന് കയറണമെങ്കിൽ ഞരമ്പുകളെല്ലാം കിട്ടണം, നീ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാനും പ്രാർത്ഥിച്ചു, സിസ്റ്ററും പ്രാർത്ഥിച്ചു. ഞാൻ പോലും അറിയാതെ എല്ലാ ഞരമ്പിലേക്ക് കുത്തിവെക്കുകയും എല്ലാം ചെയ്തു. എന്നെ മയക്കി. എത്രയും പെട്ടെന്ന് തന്നെ 3 മണിക്കൂർ ഉണ്ടായിരുന്നു എൻ്റെ ഓപ്പറേഷൻ. പക്ഷേ ഓപ്പറേഷൻ നടന്നതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് തന്നെ ഒരു ഇതുമില്ലാതെ മാതാവ് എനിക്ക് സൗഖ്യം തന്നു. അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് ചെക്ക് ചെയ്ത് നോക്കും. കാരണം എനിക്ക് പേടിയാണ്. സമ്മതപത്രം വായിച്ച് നോക്കിയപ്പോൾ ഒരുപാട് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് വായിക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷെ ഞാനത് വായിച്ച് നോക്കിയപ്പോൾ കാഴ്ച കിട്ടില്ല, ചിലപ്പോഴേ കിട്ടുള്ളൂ എന്നൊക്കെ കണ്ടു. അത് കണ്ട് പേടിച്ച് ദിവസം നോക്കുമായിരുന്നു. ആൾക്കാർ എന്നെ കണ്ട് മടങ്ങി പോകുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് പോവുക. അത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമാണ്. ഞാൻ നോക്കി എനിക്ക് യാതൊരു മാറ്റമില്ല. എല്ലാവരും വരുമ്പോൾ ചോദിക്കും കാഴ്ച കിട്ടിയോ? ആ കിട്ടിയെന്ന് ഞാൻ പറയും. പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഡിസംബർ 19-ാം തീയതി എൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇന്നും എനിക്ക് ഒരാൾ പോലും നോക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ പിന്നെ എന്തിനാ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ധ്യാനത്തിലും ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടുമായിരുന്നു എൻ്റെ നിയോഗം, എനിക്ക് കണ്ണിന് കാഴ്ച ലഭിക്കണേ അമ്മേന്ന്. അതുകൊണ്ട് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഒന്ന് ജോസഫ് അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞാൽ മാത്രം മതി, സൗഖ്യം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. പക്ഷേ ജോസഫ് അച്ഛൻ അപ്രതീക്ഷിതമായി കണ്ണിന് കാഴ്ച കുറവുള്ള ആളുകൾ മുഖത്ത് കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞപ്പം കണ്ണിന് ഒരു മാറ്റം ഉണ്ടായില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, ഒത്തിരി സങ്കടമായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ സാരമില്ല, അമ്മയായിട്ട് എടുത്തതല്ലേ, ഒറ്റക്കണ്ണുണ്ടല്ലോ എനിക്ക്, അത് മതി എന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടത്തെ കണ്ണിന് ഭയങ്കര ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ഞാൻ എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്കെല്ലാം കാണാം. വായിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് വലത്തെ കണ്ണുകൊണ്ട് എല്ലാം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിന് അമ്മയോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുകയാണ്. പിന്നെ എൻ്റെ ഏട്ടന് ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം കൊണ്ട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് തന്നെ അത് മാറിക്കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഏട്ടന് വിശ്വാസമായി ഏട്ടന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വയസ്സായ കുട്ടികളെ നോക്കാൻ വേണ്ടി പോകാറുണ്ട്, ശുശ്രൂഷിക്കാൻ വേണ്ടി പോകാറുണ്ട്. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രമൊക്കെ കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ടാകുന്ന വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തിൽ തന്നെ മാറ്റം വന്നു, വിശ്വാസം കൂടി. എൻ്റെ ഈ മകൾ വരെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിന് മുന്നേ അവൾ പോയി പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. ആദ്യം തന്നെ കൃപാസന മാതാവിൻ്റെ പാട്ടുപാടും അവളായിരിക്കും. എന്നിട്ട് ഞങ്ങൾ കൊന്തയൊല്ലാൻ വേണ്ടി പോകാറുള്ളൂ. നാളെ ഇതുവരെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു.